ഹായ് മക്കളെ, നമുക്കിന്ന് 4ാം ക്ലാസ് മക്കളുടെ മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ലെറ്റ്സ് ആഡ് ആൻഡ് ഡ്രോ. ചേർത്ത് വരയ്ക്കാം. മാച്ച് ദ ഫോളോയിങ്. യോജിച്ചവ ചേർത്ത് വരയ്ക്കുക. മക്കളെ, ആദ്യം എഴുതിയിരിക്കുന്നത് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. നാം ചെയ്യേണ്ടത് റെക്റ്റാങ്കുലർ ബ്ലോക്കിലോട്ട് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് വരുന്നത് സ്പിയർ, ഗോളം. ഗോളം ഏതാ? ഫുട്ബോളാണ് അല്ലേ? അപ്പം ഫുട്ബോളിലോട്ട് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് വരുന്നത് കോണാണ്, വൃത്തസ്തൂപിക. അപ്പം വൃത്തസ്തൂപികയിലോട്ട് വരച്ച് യോജിപ്പിക്കാം. നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് സ്ക്വയർ ബ്ലോക്ക്, സമചതുര കട്ട. അത് കണ്ടെത്തി വരച്ച് യോജിപ്പിക്കുക. മക്കളെ, ഈ പ്രവർത്തനം ഷേപ്സുകൾ തിരിച്ചറിയാനുള്ള പ്രവർത്തനമാണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കുക. Given below are some peculiarities of rectangle and square. Complete the list. ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ചില പ്രത്യേകതകളാണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഓരോന്നിനും യോജിച്ചവ എഴുതി പട്ടിക പൂർത്തിയാക്കുക. റെക്റ്റാങ്കിൾ ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഹാസ് 4 സൈഡ്സ് അല്ലേ? 4 വശമുണ്ട്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഹാസ് 4 കോർണേഴ്സ്. 4 മൂലയുണ്ട്. പിന്നെ ഒരെണ്ണം നമുക്ക് എഴുതാനുണ്ട്. എന്തെഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യമാണ്. സ്ക്വയറിന്റെ ഭാഗത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഹാസ് 4 സൈഡ്സ്. ഇതിന് 4 വശങ്ങളുണ്ട്. ഇറ്റ് ഹാസ് 4 കോർണേഴ്സ്. ഇതിന് 4 മൂലകളുണ്ട്. സ്ക്വയറിൽ നമുക്ക് എന്തെഴുതാം? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും തുല്യമാണ്. സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പിക്ചേഴ്സ് can be used to make a cube. ചുവടെ തന്നതിൽ സമചതുരക്കട്ട നിർമ്മിക്കാൻ കഴിയുന്ന ചിത്രം ഏതാണ്? ടിക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ. ശരിയായതിന് നേരെ ടിക്ക് അടയാളം ഇടുക. മക്കളെ, താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ സ്ക്വയേഴ്സിൻ്റെ എണ്ണം നോക്കുക. ഈവൺ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ് നിർമ്മിക്കാൻ പറ്റും. മക്കളെ, എ ഓപ്ഷനിൽ 5 സ്ക്വയേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് പറ്റില്ല. ബി ഓപ്ഷൻ നോക്കൂ, അവിടെയും 5 വരുന്നുണ്ട്. സി ഓപ്ഷൻ നോക്കൂ, അവിടെ 6 വരുന്നുണ്ട്. ഡി ഓപ്ഷനിൽ 5. അപ്പോൾ ഈവൻ നമ്പർ വന്നത് ഏതാണ്? സി. അപ്പോൾ ആൻസർ ഏതാ? സി. ആക്ടിവിറ്റി നമ്പർ 2, കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കുക. മക്കളെ, ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. 2 കോളങ്ങളുള്ള പട്ടികയാണ്. ആദ്യത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇൻ നമ്പേഴ്സ്. ആദ്യത്തെ കോളത്തിൽ നമ്പേഴ്സിൽ എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ എന്താ? ഈ നമ്പേഴ്സിനെ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ നോക്കും മക്കളെ, 8705 എന്ന് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നാം ഇതിനെ നമ്പേഴ്സിൽ എഴുതാം. 8705. മക്കളെ, നെക്സ്റ്റ് നോക്കൂ, നമ്പേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റേഴ്സിൽ എഴുതണം. ലെറ്റേഴ്സിൽ എഴുതാം. 9999. ഇതിലെ വി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ കാർഡ്സ്? 2094. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് 2094 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ് എന്ന് എഴുതുക എന്നതാണ്. ഏതാണ് മക്കളെ? 9420. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ എബോവ് കാർഡ്സ്? മക്കളെ, ഇത് മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത കാർഡുകൾ ഏതൊക്കെയാണ്? 2094. ഈ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാ ഉണ്ടാക്കാൻ പറ്റുന്നത്? 2049. ഇതിലെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ടിക്ക് എഗെയിൻസ്റ്റ് 9080. അതായത് മക്കളെ, 9080 നേരെ ടിക്ക് അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡിക്ക് ടിക്ക് അടയാളം നൽകുക. ആക്ടിവിറ്റി നമ്പർ 3, നമ്പർ ബട്ടർഫ്ലൈ. ചോദ്യം എ നോക്കൂ. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഇതിലെ ഒന്നാമത്തെ പാറ്റേൺ നോക്കൂ. 17,450, 17,550, 17,650. ഇത് ഇവിടെ 100 വീതം കൂടി വരികയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് വരും? 17,750
നെക്സ്റ്റ് എന്ത് വരും? 17,850. ഇതിലെ രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 4,200, 4,700, 5,200. മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 500 വീതം കൂടി കൂടി വരികയാണ്. നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതായിരിക്കും? 5,700. നെക്സ്റ്റ് വരുന്നത് 6,200. ആക്ടിവിറ്റി നമ്പർ 3യിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ നമ്പർ ബട്ടർഫ്ലൈ. സംഖ്യാശലഭത്തിലെ വിട്ടുപോയ സംഖ്യകൾ എഴുതുക. മക്കളെ ഈ ബട്ടർഫ്ലൈ നോക്കിയേ, ഇതിൽ നടുക്കിലായിട്ട് മധ്യത്തിലായിട്ട് എഴുതിയിരിക്കുന്ന സംഖ്യ ഏതാ? 9,875 ആണ് എഴുതിയിട്ടുള്ളത്. ഈ സംഖ്യയെ പല രീതിയിൽ ബട്ടർഫ്ലൈയുടെ ചിറകുകളിൽ എഴുതേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, ഡാഷ് തൗസൻഡ്സ്. എത്രയാ? 9,000. നെക്സ്റ്റ് എത്ര വൺസ് വരും? 875 വൺസ് വരും. മക്കളെ ഇനി ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ താഴ്ഭാഗത്ത് പൂരിപ്പിക്കാനുണ്ട്. അവിടെ പൂരിപ്പിക്കാം. 9,000. ഹൺഡ്രഡ്സ് എത്രയാണ് വരുന്നത്? 800. പിന്നെ വൺസ് എത്ര വരും? 75 വൺസ്. മക്കളെ ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ വലത് സൈഡ് മുകളിൽ പൂരിപ്പിക്കാം. 9,800, 7 10s, 5 1. ഇനി ഇവിടെ പൂരിപ്പിക്കാം. 987 10s, 5 1s. സി ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ടിക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് ടിക്ക് അടയാളം ഇടുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9,999 ആണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ 10,000 ആണ്. ഈ ചോദ്യത്തിലെ എ ഓപ്ഷൻ നോക്കാം. 1 ലെസ് ദാൻ ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറവ്. ശരിയാണോ? അല്ല. ബി ഓപ്ഷൻ നോക്കാം. 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അതായത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കൂടുതൽ. അപ്പോൾ ഏതാ? ഇത് ആൻസർ കറക്റ്റ് അല്ലേ? 90,999നോട് 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10,000 കിട്ടും. അപ്പോൾ ഈ ഓപ്ഷനാണ് ശരി. ആക്ടിവിറ്റി നമ്പർ 4A, ഫീൽഡ് ട്രിപ്പ്. റൈറ്റ് ഐദർ 4A or 4B കംപ്ലീറ്റ്ലി. 4A 4B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പൂർണ്ണമായി ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Given below is the amount spent when the students of class 4 went for a field trip. സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഫീൽഡ് ട്രിപ്പിന് പോയപ്പോൾ ചെലവായ തുക ചുവടെ കൊടുത്തിരിക്കുന്നു. ട്രാവൽ ഫെയർ. ട്രാവൽ ഫെയറിന് എത്രയായി? വണ്ടിക്കൂലി എത്രയായി? ₹5,000, 5000 രൂപയായി. ഫുഡിന് എത്രയായി? 2,000 rupees ആണ്. എൻട്രി ഫീസിന് ₹1,500 ആയി. ചോദ്യം എ നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ ഫീൽഡ് ട്രിപ്പ്? ഫീൽഡ് ട്രിപ്പിന് ചിലവായ ആകെ തുക എത്ര എന്നാണ് ഇവിടെ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. നോക്കാം. നമ്മളിവിടെ ചെയ്യേണ്ടത് ട്രാവൽ ഫെയറും ഫുഡിൻ്റെയും എൻട്രി ഫീസിൻ്റെയും തുകകൾ തമ്മിൽ കൂട്ടി ടോട്ടൽ തുക കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ടോട്ടൽ തുക എത്ര കിട്ടും? 8,500 rupees കിട്ടും. നമുക്കിനി ബി ചോദ്യം നോക്കാം. ഡ്രോ ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ദ അബാക്കസ്. ഇവിടെ ഒരു അബാക്കസ് തന്നിട്ടുണ്ട്. ഈ അബാക്കസിൽ ചിലവായ തുക വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലവായ തുക എത്രയാണ്? 8,500 ആണ് അല്ലേ? മക്കളെ നാം തൗസൻഡ്സിൽ എത്ര മുത്തുകൾ വരച്ചു കൊടുക്കണം? 8. ഇനി നാം ഹൺഡ്രഡ്സിൽ എത്ര മുത്തുകൾ വരച്ചു കൊടുക്കണം? 5. ടെൻസിൽ വരച്ചു കൊടുക്കണോ? വേണ്ട. വൺസിൽ വരച്ചു കൊടുക്കണോ? വേണ്ട. മക്കളെ ഇനി നമുക്ക് ഇതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻട്രി ഫീസ് വാസ് പെയ്ഡ് ആസ് 500 and 100 rupees notes. റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് യൂസ്ഡ്. മക്കളെ പ്രവേശന ഫീസ് കൊടുത്തത് 500ൻ്റെയും 100ൻ്റെയും നോട്ടുകളായാണ്. നോട്ടുകളുടെ എണ്ണം എഴുതുക. 500ൻ്റെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാകും, 100ൻ്റെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. മക്കളെ എൻട്രി ഫീസ് എത്രയാണ്? 1,500 ആണ് അല്ലേ? അപ്പം നമുക്ക് 500ൻ്റെ അല്ലെ 500ൻ്റെ റുപ്പീസ്
രണ്ടെണ്ണം നൽകിയാൽ നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ നോട്ട്സ് എത്ര എണ്ണം നൽകേണ്ടി വരും? 5 അല്ലേ? 1000ഉം 500ഉം ആഡ് ചെയ്യുമ്പോൾ 1500 കിട്ടും. ഇതിലെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ടിക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ ഗിവൺ ബിലോ. ചുവടെ കൊടുത്തവയിൽ ശരിയായവയ്ക്ക് നേരെ ടിക്ക് അടയാളം ഇടുക. ഇതിലെ എ ചോദ്യം നോക്കൂ. 500 rupees ഈസ് 2500 rupees. 500 രൂപ ചേർന്നാൽ 2500 രൂപയാകും. ബി ചോദ്യം നോക്കൂ. 500 rupees ആൻഡ് 500 rupees ഈസ് 2500 rupees. 500 രൂപയും 100 രൂപയും ചേർന്നാൽ 2500 രൂപയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആകുമോ? അങ്ങനെ അല്ല അല്ലേ മക്കളെ. 500 rupees ചേർന്നാൽ 500 കിട്ടും. 100 രൂപയുടെ 5 നോട്ടുകൾ ചേർന്നാൽ 500 രൂപ കിട്ടും. അപ്പോൾ 1500ഉം 500ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2000 രൂപയെ ആവുന്നുള്ളൂ. അടുത്ത് സി ചോദ്യം നോക്കാം. 500 rupees ആൻഡ് 500 rupees ഈസ് 2500 rupees. 500ഉം 100 രൂപയും ചേർന്നാൽ 2500 രൂപയാകും. ഇത് ശരിയാണ്. മക്കൾ, നമ്മൾ പറഞ്ഞതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ ആൻഡ് സി ആർ കറക്റ്റ്. ടിക്ക് മാർക്ക് നൽകുക. മക്കളെ, ആക്ടിവിറ്റി 4B മാത്സ് ഫയർ. ഇത് നമ്മൾ ചോദ്യം 4A ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. മക്കളെ, ആക്ടിവിറ്റി 4ൽ 4Aയോ ബിയോ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഗിവൺ ബിലോ ആർ ദ എമൗണ്ട് സ്പെൻഡ് ഫോർ സ്കൂൾ മാത്സ് ഫെയർ. ആകെ സ്കൂൾ ഗണിതമേള നടത്തിയപ്പോൾ ചിലവായ തുക താഴെ നൽകിയിരിക്കുന്നു. ഫോം ബോർഡിന് എത്രയായി? 4500 rupees. സ്റ്റിക്കർ പേപ്പറിന് ₹2000 ആയി. അതർ മെറ്റീരിയൽസിന് ₹3000 ആയി. അടുത്ത ചോദ്യം എ നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ മാത്സ് ഫെയർ? അപ്പോൾ ഈ ഗണിതമേളയ്ക്ക് ചിലവായ ആകെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഫോം ബോർഡിൻ്റെയും സ്റ്റിക്കർ പേപ്പറിൻ്റെയും അതർ മെറ്റീരിയൽസിൻ്റെയും തുകകൾ തമ്മിൽ കൂട്ടി ടോട്ടൽ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ടോട്ടൽ എമൗണ്ട് 9500 rupees കിട്ടും. ഇനി ബി ചോദ്യം നോക്കാം. ഡ്രോ ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ദ അബാക്കസ്. ചിലവായ തുക അബാക്കസിൽ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലവായ തുക എത്രയാണ്? 9500 ആണ്. തൗസൻഡ്സിൽ എത്ര മുത്തുകൾ വരച്ച് ചേർക്കണം? 9 മുത്തുകൾ വരച്ച് ചേർക്കണം. ഹൺഡ്രഡ്സിൽ എത്ര മുത്തുകൾ വരച്ച് ചേർക്കണം? 5. ടെൻസിൽ വരച്ച് ചേർക്കണോ? ഇല്ല. വൺസിലും വരച്ച് ചേർക്കേണ്ടതില്ല. സി ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ടിക്ക് ഓൺ ദ കറക്റ്റ് വൺ ഗിവൺ ബിലോ. ചുവടെ കൊടുത്തവയിൽ ശരിയായവയ്ക്ക് നേരെ ടിക്ക് അടയാളം ഇടുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. 9500 rupees മേക്ക് 4500 rupees. 9500 രൂപ ചേർന്നാൽ 4500 രൂപയാവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? അത് ബി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 500 rupees ആൻഡ് 500 rupees മേക്ക് 4500 rupees. 500 രൂപയും 100 രൂപയും ചേർന്നാൽ 4500 രൂപയാകും. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ടോട്ടൽ വരുന്നത് 4500 രൂപയല്ല, 4000 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് സി ഓപ്ഷൻ നോക്കാം. 500 rupees ആൻഡ് 500 rupees മേക്ക് 4500 rupees. 500 രൂപയും 100 രൂപയും ചേർന്നാൽ 4500 രൂപ കിട്ടും. ഇത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഏതാണ്? രണ്ടാമത്തതാണ്. എ ആൻഡ് സി ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെഹിക്കിൾ ഫെയർ ഫോർ ബ്രിങ്ങിങ് ദ മെറ്റീരിയൽസ് വാസ് ₹1100. സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടി വാടക 1100 രൂപയാണ്. 200 and 100 rupee notes were given for this. 200ൻ്റെയും 100ൻ്റെയും നോട്ടുകളാണ് നൽകിയത്. റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ്. നോട്ടുകളുടെ എണ്ണം എഴുതുക. മക്കളെ, 200ൻ്റെ 5 നോട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയായി? 1000 രൂപയായി. അതുപോലെ 100ൻ്റെ ഒരു നോട്ടുണ്ടെങ്കിൽ എത്രയായി? 100ൻ്റെ ഒരു നോട്ടെന്ന് പറഞ്ഞാൽ 100 തന്നെ അല്ലേ? അപ്പോൾ 1000ഉം 100ഉം കൂട്ടുമ്പോൾ 1100 രൂപയായി അല്ലേ? ആക്ടിവിറ്റി 5A അഡ്മിഷൻ നമ്പർ. മക്കളെ, ആക്ടിവിറ്റി 5ലും 2 ആക്ടിവിറ്റികളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി.
The admission number given to the last student who joined the school last year was 1590. സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായി ചേർന്ന കുട്ടിക്ക് നൽകിയ അഡ്മിഷൻ നമ്പർ 1590 ആയിരുന്നു. ഇതിലെ എ ചോദ്യം നോക്കാം. റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ബിഫോർ ആൻഡ് ആഫ്റ്റർ 1590. 1590 മുന്നിലും പിന്നിലുമുള്ള സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1590 പിന്നിലുള്ള സംഖ്യ ഏതാണ്? 1589. 1590 ശേഷം വരുന്ന സംഖ്യ ഏതാണ്? 1591. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ അഡ്മിഷൻ നമ്പർ ഈസ് ഗിവൺ ടു 25 ന്യൂ സ്റ്റുഡൻസ് ഹു ജോയിൻഡ് ദിസ് ഇയർ, വാട്ട് വിൽ ബി ദ ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ? ഈ വർഷം പുതുതായി ചേർന്ന 25 കുട്ടികൾക്ക് അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്ര? ഇതെങ്ങനെ മക്കളെ കണ്ടുപിടിക്കണം? സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പറാണ് 1590 അല്ലേ? അപ്പോൾ ഈ വർഷം പുതുതായി ചേർന്ന 25 കുട്ടികൾക്ക് അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കാണാൻ എന്ത് ചെയ്യണം? 1590 25 കൂട്ടണം. അപ്പോൾ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കിട്ടും. അവസാനമായി ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ 1615. ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ അഡ്മിഷൻ നമ്പർ ഓഫ് ദ 10th ചൈൽഡ് ഹു ഗോട്ട് അഡ്മിഷൻ ദിസ് ഇയർ? മാർക്ക് ടിക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ ഗിവൺ ബിലോ. ഈ വർഷം 10ാമത്തെ അഡ്മിഷൻ നേടിയ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്ര? ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായതിന് നേരെ ടിക്ക് ഇടുക. എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? കഴിഞ്ഞ വർഷം അവസാനം ചേർന്ന കുട്ടിയുടെ നമ്പർ എത്രയായിരുന്നു? 1590 അല്ലേ? അതിനോട് 10 കൂട്ടിയാൽ മതി. അപ്പോൾ 10ാമത്തെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കിട്ടും. ആൻസർ 1600. ഇതിലെ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ പാറ്റേൺ. 1100, 1150, 1250, നെക്സ്റ്റ് 1400, നെക്സ്റ്റ് വരുന്നത് 1600. ഈ പാറ്റേൺ കൂടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 1100നോട് 50 കൂടി. എത്ര കിട്ടി? 1150 കിട്ടി. അടുത്ത 1150നോട് 100 കൂടുന്നത്. 100 കൂടിയപ്പോൾ എത്ര കിട്ടി? 1250 കിട്ടി. 1250നോട് പിന്നെ കൂടിയത് 150 150 കൂടിയപ്പോൾ 1400 കിട്ടി. 1400നോട് പിന്നെ കൂടിയത് 200 കൂടിയത്. അപ്പോൾ എത്ര കിട്ടി? 1600 കിട്ടി. ഇനി 1600നോട് കൂടി 250 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1850 കിട്ടും. ആൻസർ 1850. മക്കളെ ആക്ടിവിറ്റി 5 ഒരു പ്രവർത്തനം, ഏതെങ്കിലും 2 പ്രവർത്തനം തരും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ ടീച്ചർ ഒരു പ്രവർത്തനമാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.